ഹല്ലേലൂയ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്ത ദിവസം കൂടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നു. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിച്ചവരാ ദൈവമക്കളെ. ദൈവത്തെ ആരാധിക്കുവാൻ ഈ ആലയത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഓരോ നിമിഷവും നാം ആയിരിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കൃപയും കരുണയും ഒന്ന് മാത്രമാണ്. നിങ്ങൾ ചിന്തിക്കും എന്താ അങ്ങനെയെന്ന്. നിൽക്കുന്ന നിപ്പിൽ പല കാര്യങ്ങൾ ചിന്തിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നാളെ ഇന്നടുത്ത് പോകണം എന്നൊക്കെ ചിന്തിച്ച് അനേകർ നിമിഷം കൊണ്ടാണ് ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നത്. അപകടങ്ങൾ, അനർത്ഥങ്ങൾ മുമ്പുണ്ടതിനേക്കാൾ അധികമായി അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അനേകർക്ക് ദൈവത്തെ ആരാധിക്കണമെന്നുണ്ട്, എന്നാൽ നടക്കുവാനോ എഴുന്നേൽക്കുവാനോ കഴിയാത്ത അവസ്ഥയിൽ ഭവനങ്ങൾ വിശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇന്നൊരു പകൽക്കാലം കൂടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം കൃപ തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ എനിക്കും അറിയാവുന്ന 3 കുടുംബങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് കർത്താനദാസൻ എബ്രഹാം പാസ്റ്ററുടെ കുടുംബം, അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ ഞങ്ങൾ സാംകുട്ടി പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്, ജോൺ തോമസ് പാസ്റ്ററുടെ കുടുംബം, പിന്നെ കർത്താവിൽ അത് ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മത്തായി ചാന്, ദൈവത്തിൻ്റെ ദാസി ഇവിടെ ഉണ്ട്, സാക്ഷ്യം പറഞ്ഞ് കേട്ടു. ആ കുടുംബങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര വർഷം പഴക്കമുണ്ടെന്ന് എനിക്കറിയില്ല ഞങ്ങളിവിടെ വന്നിട്ട്, എന്നാലും ഒരു നല്ല വർഷങ്ങളായി ഒരു പ്രാവശ്യം ഇവിടെ വന്നിവിടെയുള്ള ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഇന്ന് ഈ പ്രാവശ്യം സാധാരണ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എറണാകുളമാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഞങ്ങളുടെ കോശിച്ചാനും അമ്മണിയും മാമയും ഷിബുവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആയതുകൊണ്ട് ഞങ്ങളെപ്പോഴും അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം നേരത്തെ തന്നെ ഞാൻ പ്ലാൻ ചെയ്തു. മടിപ്പാക്കത്തുള്ള ദൈവസ്ഥലം, അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. കർത്താവിൻ്റെ ദാസൻ സാംജി പാഷ് ഇവിടെ ആണല്ലോ. ദീർഘനാളുകൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ഞങ്ങൾ ഇവിടെ കടന്നു വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അവിടെ ദൈവത്തെ ആരാധിപ്പാനും തങ്ങളോട് ഒരുമിച്ച് ശുശ്രൂഷിപ്പാനും ഒക്കെ കർത്താവ് കൃപ തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ കടന്നു വന്നപ്പോൾ കർത്താവ് ദാസനോട് ഒരുമിച്ച് സൂക്ഷിക്കുന്ന പാസ്റ്റർ ജോജി തന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ കടന്നു വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു. ഇവിടെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നി. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കൊയറ് ഈ ദൈവസഭയ്ക്കുണ്ട്. ഒന്നും താളം തെറ്റാതെ എല്ലാം നല്ല ഭംഗിയായിട്ട് പാടുവാനും ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ഭംഗിയായിട്ട് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുവാനും കർത്താവ് കൃപ കൊടുത്തു. അത് നമ്മുടെ സഭയ്ക്കൊരു അനുഗ്രഹമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവരുടെ പഠനകാര്യത്തിലും അവരുടെ ഭാവിയൊക്കെ ഏറ്റവും ധന്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം ദൈവമക്കൾക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തല്ലോ. നമ്മുടെ ചിന്തയ്ക്ക് ഞാൻ ആദ്യം തന്നെ പറയും, ഞാനൊരു പ്രാസംഗികനല്ല. സ്തോത്രം. ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് IPC ബഹൻ്റെ ആയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഛത്തീസ്ഗഡിലും കർണാടകയിലും ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്. തമിഴ്നാടിൻ്റെ തിരുവനന്തപുരം കഴിഞ്ഞുള്ള പാറശാല ഭാഗത്തൊക്കെ ചില പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ ആയിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ സഭ എനിക്ക് തന്നിട്ടുണ്ട്. അവിടെ കടന്നു പോകുവാനും ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് ശുശ്രൂഷിക്കുവാനും ഒക്കെ കർത്താവ് സഹായിക്കുന്നു. എല്ലാവർക്കും ഒരേ കൃപയല്ല ദൈവം കൊടുത്തിരിക്കുന്നത്. ചിലർക്ക് പ്രസംഗിക്കാനുള്ള കൃപയുണ്ട്, ചിലർക്ക് പാടുവാനുള്ള കൃപയുണ്ട്, ചിലർക്ക് പരിപാലന വരമുണ്ട്, ചിലർക്ക് പ്രവചന വരമുണ്ട്. ഇങ്ങനെ പലർക്കും പല വരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ചെറിയൊരു കൃപ കർത്താവ് എനിക്ക് തന്നു. ആ കൃപയ്ക്കനുസരിച്ച് ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു. നമുക്കൊരുമിച്ച് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാലും പ്ലീസ്. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവമക്കളെ, നമുക്കുള്ള പ്രത്യാശയും നമ്മുടെ സന്തോഷവും നമുക്കുള്ള കർത്താവ് ജയിച്ചവനാണ്. ആമേൻ. നമ്മുടെ കർത്താവ് മരിച്ചിട്ട് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ കരേറിപ്പോയി പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മുടെ കർത്താവ് ജയാളി ആയതുകൊണ്ടാണ്
നാമും ഇന്ന് ജീവിക്കുന്നത്. സ്തോത്രം. ജയിക്കുവാനായിട്ട് അനേകർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും പരാജിതരായിത്തീർന്നു. വലിയ വലിയ രാജാക്കന്മാർ, ചക്രവർത്തിമാരൊക്കെ ലോകം മുഴുവൻ പിടിച്ചടക്കി ഭരിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ യവനത്തിൽ തന്നെ കലായവനയുടെ മധ്യത്തിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. അവർക്ക് ആർക്കും ജയാളിയായി തീരുവാൻ ഇടയായില്ല. എന്നാൽ ഞാനും നിങ്ങളും സേവിക്കുന്ന, ആരാധിക്കുന്ന, നമ്മെ വീണ്ടെടുത്ത്, നമ്മെ രക്ഷിച്ച്, തൻ്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ജയാളിയാണ്. സ്തോത്രം. റോമ സാമ്രാജ്യം, യഹൂദ പരീക്ഷകൾ തന്നെ തകർത്ത് കളയാൻ ശ്രമിച്ചു. എങ്കിലും താൻ പറഞ്ഞു, ആരെല്ലാം എന്തെല്ലാം ചെയ്താലും ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. നമുക്ക് ആ ചരിത്രങ്ങളൊക്കെ അറിയാം. തൻ്റെ കല്ലറ മുദ്ര വെച്ചു, പട്ടാളത്തെ കാവൽ നിർത്തി, എല്ലാ വിധത്തിലും സുരക്ഷിതമാക്കിയെങ്കിലും 3-ാം ദിവസം പ്രഭാതത്തിൽ കല്ലറകളെ ഭേദിച്ചുയർത്തെഴുന്നേറ്റ് ഞാൻ ജയിച്ചിരിക്കുമെന്ന് ജയഘോഷം മുഴക്കി നമുക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ കർത്താവ്. ആ കർത്താവിനെ പിൻപറ്റുന്നവരാ നാം. ഈ 16-ാം അധ്യായത്തിൽ നാം വായിച്ചു 12 തൊട്ട് 16 വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചുള്ള അത് മുന്നറിയിപ്പുകളും ഒക്കെയാണ് ദൈവം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ ശുശ്രൂഷ 3.5 വർഷക്കാലം തൻ്റെ ശുശ്രൂഷയുടെ അവസാന ദിവസങ്ങളിൽ തൻ്റെ ശിഷ്യന്മാരോട് പല കാര്യങ്ങൾ താൻ ഉപദേശിച്ചു. സ്തോത്രം. എന്നാൽ ഇതൊന്നും അവർക്കത്ര ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല, തന്നെയുമല്ല മനസ്സിലായതുമില്ല. എന്നാൽ ഇതെന്താ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ചോദിക്കുവാൻ അവർക്ക് അത് മനസ്സിൽ കണ്ടപ്പോൾ കർത്താവ് അതിനുത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. താൻ ഈ ലോകം വിട്ട് താൻ എവിടെ നിന്ന് വന്നു, പിതാവ് തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചു, തന്നെ ഏൽപ്പിച്ചതായ ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം താൻ ഇവിടം വിട്ടു വന്നത് പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നുള്ള കാര്യം തൻ്റെ ശിഷ്യന്മാരോട് പല സമയങ്ങളായിട്ട് പല വിധത്തിൽ ഓർപ്പിച്ചു. സ്തോത്രം. 14-ാം അധ്യായത്തിൽ വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, കർത്താവിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. പല കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇടയ്ക്ക് പറഞ്ഞു, കുറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, കുറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. പിന്നെയും പറഞ്ഞു, നിങ്ങൾ എന്നെ കാണത്തില്ല, നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ ലോകം സന്തോഷിക്കും. ദൈവമക്കളെ, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവർ ചോദിച്ചു, കർത്താവ് എന്തായി പറയുന്നത്? സ്തോത്രം. ലോകം സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിക്കും, പിന്നെ നിങ്ങൾ എന്നെ കാണും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ ദൗത്യം തീരാറായി, ഇത് കഴിഞ്ഞ് ഞാൻ ദൈവപിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. എന്നാൽ ഇതുവരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമുണ്ടായില്ല. നിങ്ങൾക്ക് വിശന്നപ്പോൾ അപ്പം കിട്ടി, സൗഖ്യമില്ലാതെ സൗഖ്യം കിട്ടി. അങ്ങനെ വളരെ ധൈര്യത്തോട് ദൈവം ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ച ദൗത്യം അവരും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് അവരെ വിട്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമുക്കില്ലേ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടുപോകുമ്പോൾ നമുക്കും മനോഭാവം വിശേഷാൽ ഒരു കുടുംബത്തിൻ്റെ ആയിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും വഹിക്കുന്ന നമ്മുടെ പിതാവോ മാതാവോ നമ്മെ വിട്ടുപോകുന്ന പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയൊരു കാര്യം. കുഞ്ഞുങ്ങൾ ആ ജീവിതത്തിൻ്റെ യാതൊരു ഭാരവും അറിഞ്ഞിട്ടില്ല. എന്തോ കാര്യമുണ്ടെങ്കിലും പിതാവോ മാതാവോ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ അവരില്ലാതെ പോകുമെന്ന് പറയുമ്പം അവർക്കും സഹിക്കുവാൻ കഴിയത്തില്ല. അങ്ങനൊരു അവസ്ഥയായിരുന്നു ശിഷ്യന്മാർക്കുണ്ടായിരുന്നത്. എന്നാൽ കർത്താവ് കൂടെ കൂടെ പറഞ്ഞവരെ ഉറപ്പിക്കാൻ ശ്രമിക്കുക. 16-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നുണ്ട്, ഒന്ന് വായിച്ചാൽ 16 ആരംഭം. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു കേട്ടോ. പല കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഇടറിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം ദുഃഖിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുക, ഞാനിവിടം വിട്ട് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാ. സ്തോത്രം. എന്നാൽ ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ ഏകരായെന്ന് നിങ്ങൾ ചിന്തിച്ച് ഭാരപ്പെടരുത്. സ്തോത്രം. ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല.
ആ ദൈവിക വാഗ്ദത്തമാണ് ദൈവമക്കളെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സ്തോത്രം. നമ്മെ അനാഥനായി വിടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നാം ഓർക്കും, നാം ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ ബലം കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ, നമ്മുടെ ശക്തി കൊണ്ടോ, നമ്മുടെ പണത്തിന്റെ പവർ കൊണ്ടോ ഒക്കെ ആണെന്നൊന്നുമല്ല കേട്ടോ. നമുക്ക് വേണ്ടി ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. സ്തോത്രം. അവൻ അനുവദിക്കാതെ നിമിഷം പോലും നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയുകയില്ല. ആ കർത്താവിന്റെ വാഗ്ദത്തം നമുക്കുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ ലോകാവസാനത്തോ എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അന്ന് പറഞ്ഞെങ്കിൽ ഇന്നുള്ള തന്നെ അനുഗമിക്കുന്ന തൻ്റെ മക്കൾക്കുള്ളൊരു ദൂതാണ്. സ്തോത്രം. നിങ്ങൾ ഭയപ്പെടേണ്ട. സ്തോത്രം. ഞാൻ നിങ്ങളോടുണ്ട്. പിന്നെ ശിഷ്യന്മാരോട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം. ആമേൻ. ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങൾക്ക് വരികയില്ല. ഞാൻ പോയി പിതാവിനോട് ചോദിച്ചിട്ട്, ആമേൻ, പുത്രത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവെന്ന ആ ദൈവത്തെ നിങ്ങളോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടത് ഞാൻ അയക്കും. അവൻ നിങ്ങളെ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ദൈവം തന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്തോത്രം. ആത്മാവ് നാം ചെറിയ അന്യഭാഷ പറഞ്ഞ് മാത്രം പോകാനുമല്ല. സ്തോത്രം. ആത്മാവ് നമ്മെ നിയന്ത്രിക്കുന്ന, ആത്മാവ് നമ്മെ ഉപദേശിക്കുന്ന, ആ ആത്മാവിന്റെ ഉപദേശത്തിലും നിയന്ത്രണത്തിലും നാം ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ പാതകൾ ശരിയായിരിക്കും, നമ്മുടെ പ്രവൃത്തി പൂർത്തീകരിക്കും, നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. പലപ്പോഴും നാം നമ്മുടെ ചിന്തകളിലുള്ള ചിന്തകളാ മുന്നിട്ട് പ്രവർത്തിക്കുന്നത്. മനുഷ്യന്റെ ചിന്തകളും വിചാരങ്ങളുമല്ല ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം. നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ ഉത്സവം ദൈവം തന്റെ പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മെ അറിയിക്കുമ്പോൾ, സ്തോത്രം, ദൈവത്തിന്റെ ദാസന്മാരിൽ കൂടെ ദൈവവചനത്തിൽ കൂടെ നമ്മെ അറിയിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാനും അനുസരിക്കുവാനും പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. ഇന്ന് നമ്മുടെ ആത്മീയ ഗോളത്തിൽ പറ്റിയിരിക്കുന്നതായ വലിയ ആത്മതകർച്ച, ആമീൻ, ദൈവാലോചന കൈക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം അനുസരിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം വിജയകരമായി തീരുവാൻ ഇടയാകും. ദൈവമക്കളെ, അങ്ങനെ ആത്മാവിനെ അനുസരിക്കാതെ ദൈവം നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ, ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നാം ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഉപദേശിച്ചിരുന്ന വഴിയെ ആയിരിക്കണം നാം ആയിരിക്കുവാൻ. അപ്പൊ ശിഷ്യന്മാർ ചില പല കാര്യങ്ങളിൽ ചഞ്ചലപ്പെടാൻ തുടങ്ങി. എടാ, ഇത്രയും നാളും കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരുന്നു, നമുക്കൊന്നും അറിയണ്ട, എല്ലാം കർത്താവ് തന്നെ ചെയ്യുമായിരുന്നു, നമ്മോട് എന്തെങ്കിലും പറയാൻ നമ്മൾ പോയി ചെയ്യുക അത്രമാത്രം. ബാക്കി ഒരിക്കൽ ടാക്സ് കൊടുക്കാൻ പൈസ ഇല്ലെന്ന് കർത്താവ് പറഞ്ഞു, ചൂണ്ടയുടെ ആ മത്സ്യത്തിന്റെ വയൽ കിട്ടുന്ന പണം എടുത്ത് നിങ്ങൾ ടാക്സ് കൊടുക്കുക. ഭക്ഷിക്കാൻ ആഹാരമില്ലായിരുന്നപ്പോൾ 5 അപ്പം കൊണ്ട് എത്രയോ പേരെ പോഷിപ്പിച്ചു, 12 കൊട്ട തിരിച്ചെടുത്തു. അപ്പം എല്ലാ കാര്യത്തിലും ഗുരു കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അവർക്ക് നടന്നെന്ന. ഇപ്പോൾ ഗുരു പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കർത്താവ് പോയി കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്നു, അവർ നിങ്ങൾക്ക് ഇടർച്ചകളുണ്ടാക്കും, നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ടാകും. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ദൈവമക്കളെ വിശ്വാസ ജീവിതം കഷ്ടതയില്ലാത്ത ജീവിതമല്ല. എന്തുകൊണ്ടാണ് ദൈവമക്കൾക്ക് കഷ്ടതയുണ്ടാകുന്നത്? നമ്മുടെ കർത്താവ് പറഞ്ഞു, വളരെ കഷ്ടം നമുക്ക് മുമ്പേ അനുഭവിച്ചു. കാര്യം, നിങ്ങൾ ലോകക്കാരല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഞാൻ ലോകക്കാരനല്ലാത്തത് കൊണ്ട് ലോകം എന്നെ പകച്ചു. സ്വന്തമായതിലേക്ക് ഞാൻ വന്നു. ഞാൻ എന്തിനു വേണ്ടിയാ കടന്നു വന്നത്? സകല മാനവജാതിക്കും രക്ഷ കൊടുക്കുന്നതിന് വേണ്ടി, സകല മാനവജാതിയുടെയും പാപത്തിന് പരിഹാരമായി കാൽവറിയിൽ യാഗമായി തീരേണ്ടതിനും, ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ പാപയാഗത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അവകാശം കൊടുത്തു. അങ്ങനെ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാനാണ് കർത്താവിനെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചത്. എന്നാൽ തന്നെ കൈക്കൊള്ളുവാൻ തൻ്റെ സ്വന്തമായവർക്ക് കഴിഞ്ഞില്ല. ആയതുകൊണ്ട് നമുക്കൊരു മഹാഭാഗ്യം ലഭിച്ചു, ദൈവത്തിന് മക്കളായി തീരുവാൻ. സ്തോത്രം. എന്നാൽ ലോകം നമ്മെ പകയ്ക്കുന്നു. ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ദൈവമക്കളും ദൈവദാസന്മാരും, നിങ്ങൾക്ക് ഛത്തീസ്ഗഡിലൊക്കെ, അത് ആ നോർത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും അവരനുഭവിക്കുന്ന കഷ്ടതകളെ, എന്തെല്ലാം പീഡകൾ അനുഭവിക്കുന്നറിയാമോ? ഒരു ദാക്ഷിണ്യമില്ലാതെ തല്ലിച്ചതയ്ക്കുക. എങ്കിലും
ഈശായെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. ആ കർത്താവിനുള്ള പ്രത്യാശയും വിശ്വാസവും സ്നേഹവുമാണ് അവരെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കുള്ള എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അവർ ഞങ്ങൾക്ക് യേശുവിനെ മതി, ഞങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നത്. ദൈവമക്കളെ, കഷ്ടത വരുമ്പോൾ ഇട്ടിട്ട് ഓടിപ്പോകുവാനല്ല, കഷ്ടതയുടെ മുൻപിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. നമുക്ക് മുൻപേ കഷ്ടം അനുഭവിച്ച നമ്മുടെ കർത്താവ് എന്തെല്ലാം കഷ്ടങ്ങൾ നമ്മുടെ കർത്താവ് അനുഭവിച്ചു, എന്തെല്ലാം ഉപദ്രവങ്ങൾ സഹിച്ചു. അവനെ തല്ലി പുറം മുഴുവൻ അടിച്ച് കയറി, തലയിൽ മുൾക്കിരീടം വെച്ചു, ആമേൻ, കോലുകൊണ്ട് തലയിൽ അടിച്ചു, എന്തെല്ലാം പഴികൾ താൻ അനുഭവിച്ചു. എന്തിനു വേണ്ടിയാ? സ്തോത്രം. അതാ ഇബ്രാഹിം ലേഖനത്തിൽ പറയുന്നുണ്ട്, നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച് ഓട്ടമോടി തികച്ച കർത്താവിനെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് വേണം നിങ്ങളും ഓട്ടമോടുവാൻ. കാരണം നമുക്ക് മുൻപേ സകല കഷ്ടങ്ങളും നമുക്ക് വേണ്ടി സഹിച്ച നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ലോകം നിങ്ങളെ പകയ്ക്കും, ലോകം നിങ്ങളെ തടവിലാക്കും, ലോകം നിങ്ങളെ ഉപദ്രവിക്കും, ലോകം നിങ്ങളെ തള്ളിക്കളയും. അത് നാം ലോകക്കാരല്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായി. എന്താണ് കാരണം? ഇന്ത്യൻ സിറ്റിസനായ 24 പേരെ ഈ അധർമ്മികൾ വെടിവെച്ച് കൊന്നായിട്ടറിയാം. നമുക്കറിയാമോ, ഒരു ഇന്ത്യൻ പൗരനെ ആക്രമിച്ചപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ശത്രു രാജ്യത്തെ ആക്രമിച്ച് രാത്രിക്ക് രാത്രിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു. നമ്മെ ദൈവം വീണ്ടെടുത്ത് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ച ദൈവത്തിന് നാം നന്ദിയോടെ സ്തോത്രം പറയുന്നവരായിരിക്കണം. അപ്പം ഇരുട്ടിൻ്റെ അവസ്ഥയിലായിരുന്ന, അല്ലെങ്കിൽ പാപത്തിൻ്റെ സാത്താന്റെ രാജ്യത്തിൻ്റെ പ്രജകളായിരുന്ന നമ്മെ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനിൽ കൂടി വീണ്ടെടുത്ത് നിത്യരാജ്യത്തിന് അവകാശികളാക്കി തീർത്തെങ്കിൽ ഇവൻ മര്യാദയ്ക്കത്തില്ല, ഇവൻ നമുക്കൊരു സ്വസ്ഥതയും തരത്തില്ല. കാര്യം അവൻ്റെ പ്രജ നഷ്ടപ്പെട്ട ആ പ്രജയെ തിരിച്ചു പിടിക്കുവാൻ വേണ്ട എല്ലാ തന്ത്രങ്ങളും ഉപദ്രവങ്ങളും ദൈവമക്കളെ നമുക്ക് നേരെ അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ അവൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ, നമ്മൾ എതിർത്ത് നിൽക്കണം. നമ്മുടെ മരുഭൂമി യാത്രയിൽ നമുക്ക് ജയമുണ്ടാകണമെങ്കിൽ, നമ്മുടെ ഓട്ടം ഓടി തികച്ച നിത്യതയിൽ ചെന്നെത്തണമെങ്കിൽ നമുക്കെതിരാളിയുണ്ട്. എതിരാളിയോട് നാം പോരാടിക്കൊണ്ടിരിക്കണം. എതിരാളിയെ നാം പോരാടിയെങ്കിൽ മാത്രമേ ജയിക്കുവാൻ കഴിയുള്ളൂ. അവൻ തന്ത്രങ്ങളിൽ നമ്മെ കുടുക്കിക്കളയാതെ, തന്ത്രത്തിൽ നമ്മെ വീഴ്ച കളയാതെ നാം വളരെ സൂക്ഷ്മമുള്ളവരായിരിക്കണം. സ്തോത്രം. അതുകൊണ്ട് പ്രലേഖനക്കാരൻ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുവീൻ. ആ കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നേറുന്നുവെങ്കിൽ, ആ കർത്താവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നാം കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ദൈവമക്കളെ, നാം പരാജിതരാകുവാൻ ഒരിക്കലും ഇടയാകത്തില്ല. സ്തോത്രം. റോമാലേഖനത്തിൽ ദൈവത്തിന്റെ ദാസനായ പൗലോസ് 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. ഈ ശിഷ്യന്മാരൊക്കെ രക്തസാക്ഷികളെ ഒരേ ഒരുവൻ ഒഴിച്ച്, യോഹന്നാൻ അപ്പോസ്തലൻ ഒഴിച്ച് മറ്റെല്ലാ ശിഷ്യന്മാരും രക്തസാക്ഷികളായി തീരുകയായിരുന്നു. അവരുടെയൊക്കെ ചരിത്രം നാം നോക്കിയാൽ നമ്മുടെ കണ്ണ് നിറയും. ദൈവമക്കളെയും അവരോടൊക്കെ ചെയ്തതായ എന്താ? കർത്താവിൻ്റെ ശിഷ്യന്മാരായിരുന്നു. അവരെന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തവരാ, എത്രയോ പേരെ രക്ഷ നടത്തിയതാ. എന്നാൽ ലോകം അവർക്ക് അനുകൂലമല്ലായിരുന്നു. ലോകം അവരെ പകച്ചു, ലോകം അവരെ ത്യജിച്ചു, ലോകം അവർക്ക് ചെയ്യാവുന്ന എല്ലാ ദോഷങ്ങളും ചെയ്തു. ആ 8-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. സ്തോത്രം. എങ്കിലും പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ കഷ്ടതകൾക്കോ, ഈ ലോകത്തിന്റെ ഉപദ്രവങ്ങൾക്കോ, ഈ ലോകത്തിന്റെ നിന്ദനകൾക്കോ, ഈ ലോകത്തിന്റെ പട്ടിണിക്കോ, ഉപദ്രവങ്ങൾക്കോ, നഗ്നതയ്ക്കോ ഇതൊന്നും ഞങ്ങളുടെ ദൈവ സ്നേഹത്തിൽ പിന്തിരിപ്പാൻ കഴിയുകയില്ല. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, കഷ്ടങ്ങൾക്ക് നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല എന്നുള്ളത്. സ്തോത്രം. അത് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിൽ നാം പൂർണ്ണമായി ആശ്രയിക്കുന്നവരായിരിക്കണം. കർത്താവിന്റെ വചനങ്ങളെ നാം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. ദൈവകൃപയിൽ നാം അനുദിനം ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നാം ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജയാളിയായി തീരുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. നമ്മുടെ ബലം കൊണ്ട് നമുക്ക് ജയം പ്രാപിപ്പാൻ കഴിയില്ല, നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് ജയം പ്രാപിപ്പാൻ കഴിയില്ല. ദൈവത്തിന്റെ ദാസൻ പറയുന്നാമോ, ഇതിലൊക്കെയും യേശുക്രിസ്തു മുഖാന്തരം നാം ജയം പ്രാപിച്ചിരിക്കുക. നാം പൂർണ്ണ ജയം പ്രാപിക്കുന്ന എങ്ങനെ? കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ. ആമേൻ.
ആ ക്രിസ്തുവുള്ള വിശ്വാസത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കഷ്ടതകളെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. ഏതെല്ലാം ഉപദ്രവങ്ങൾ വരാം, എന്തെല്ലാം നഷ്ടങ്ങളുണ്ടാകാം. നഷ്ടങ്ങൾ വന്നാലും ഉപദ്രവങ്ങൾ വന്നാലും നമ്മെ വിളിച്ച ദൈവം ആരാന്നുള്ളത് നാം മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി ആ കാൽവറിയിൽ ചെയ്തതായ ആ ക്രൂശ് മരണം, എൻ്റെയും നിങ്ങളുടെയും ക്രൂശ് മരണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വഹിച്ചു. കാൽവറിയിൽ നമുക്ക് വേണ്ടി താഴ്ക്കപ്പെട്ടു. ആ കർത്താവ് പറഞ്ഞു, ഞാൻ കൈവിടുകയില്ല. നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങളെ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. അതുമാത്രമല്ല, കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സ്തോത്രം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ദൈവമക്കളെ, ലോകത്തിൽ സമാധാനത്തിന് വേണ്ടി എന്തെല്ലാം മീറ്റിങ്ങുകൾ നടന്നാലും സംസാരങ്ങൾ നടന്നാലും, സ്തോത്രം, ഒരിടത്ത് സംസാരം നടക്കുമ്പോൾ മറുഭാഗത്ത് ആ സമാധാനത്തിൻ്റെ ലംഘനങ്ങളെ കാണുവാൻ കഴിയുന്ന. സ്തോത്രം. ഇന്ന് യുദ്ധങ്ങൾ നടക്കുക. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആർക്കും അറിയത്തില്ല. ഏത് വിധത്തിൽ എങ്ങനെ ചെന്ന് അവസാനിക്കും നമുക്ക് ആർക്കും അറിയത്തില്ല. അവരൊരു സൈഡിൽ കൂടെ രജ്ഞനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, മറു സൈഡിൽ കൂടെ തകർത്തുകൊണ്ടിരിക്കുക. ഇതാണ് ലോകത്തിൻ്റെ സമാധാനം. എന്നാൽ കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേക്കുന്നു. എൻ്റെ സമാധാനം ലോകം തരുന്ന സമാധാനമല്ല. സ്തോത്രം. എൻ്റെ സമാധാനം നിത്യമായ സമാധാനമാണ്. ആ സമാധാനമാണ് നമ്മെ ഇന്ന് നിർത്തിയിരിക്കുന്നത്. ഓരോ വിഷയങ്ങൾ കാണുമ്പോൾ നമുക്കറിയില്ലേ, ലോകം വിലപിക്കുക, ലോകം ചഞ്ചലപ്പെടുക. എന്നാൽ ദൈവമക്കൾക്കൊരു പ്രത്യാശയുണ്ട്. സ്തോത്രം. ആ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവം നമുക്കൊന്ന് സമാധാനമാണ്. ആ സമാധാനമാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. ലോകം തരുന്ന സമാധാനമല്ല. ലോകത്തിൻ്റെ സമാധാനമൊക്കെ താൽക്കാലികമുള്ളൂ. ലോകത്തിൻ്റെ സന്തോഷം താൽക്കാലികമുള്ളൂ. ലോകം എന്ത് വന്നാലും അത് നിത്യമല്ല. സ്തോത്രം. എന്നാൽ നമുക്ക് വേണ്ടി നിത്യമായി തന്നിരിക്കുന്നത് നിത്യസമാധാനം, നിത്യജീവൻ, നിത്യസന്തോഷം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ആകയാൽ നാം ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് പലവിധ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ്. കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ നാം അഭിമുഖീകരിക്കുന്ന. എന്നാൽ പിന്നെ നമ്മെ പിടിച്ചു നിർത്തിയിരിക്കുന്നതുവാ ക്രിസ്തുവേശുള്ള വിശ്വാസവും ക്രിസ്തുവേശുള്ള പ്രത്യാശയും. തിമോഥെയോസ് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, ക്രിസ്തുവേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവമുണ്ട്, കഷ്ടതയുണ്ട്. ദൈവമക്കളെ, എന്നാൽ ഈ കഷ്ടത നാം ജയിക്കുന്ന നമ്മുടെ കർത്താവിൽ കൂടെയാണ്. സ്തോത്രം. ആ കർത്താവിൽ നമുക്ക് സമാധാനത്തിൽ കൂടാണ് നാം ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നത്. അനേകരെന്താ സംഭവിക്കാൻ പോകുന്നറിയാതെ ഒന്നും ചെയ്യുവാൻ നിർജീവരായി കഴിയുമ്പോൾ നമുക്കൊന്നറിയാം. ഇതൊക്കെ കാണുമ്പം നാം പാടിയ പോലെ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. ആമേൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കാറായി, നമ്മുടെ കർത്താവ് വരാറായി. ആകയാൽ നമ്മുടെ പ്രത്യാശ അതിലായിരിക്കട്ടെ. ഈ ലോകസമ്മേളനം കൊണ്ട് നാം നെടുവേർപ്പെടേണ്ട കാര്യമില്ല. ലോകത്തിൽ എന്തോ സംഭവിക്കട്ടെ, ലോകത്തിൽ എന്തും നടമാടട്ടെ. വിശ്വാസിയെ, ഇതല്ല നമ്മുടെ പ്രത്യാശ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തോളൂ എന്ന് പറഞ്ഞ കർത്താവ്, ആകാശവും ഭൂമിയും മാറിപ്പോയാലും തൻ്റെ വാഗ്ദത്തങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. സ്തോത്രം. അങ്ങനെ വാക്ക് പറഞ്ഞ കർത്താവ് എത്രയും വേഗം വരാറായെന്ന് ഈ ലോക സംഭവങ്ങളെ വിളിച്ചറിയിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ഗോളത്തിൽ നാം ഉറങ്ങിയും മയങ്ങിയും ലോകസുഖങ്ങൾ തേടി ലോകത്തിന്റെ പാതയിൽ കൂടെ ജീവിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മുടെ പ്രാണപ്രിയം വരാറായി. സ്തോത്രം. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരുന്നു. സ്തോത്രം. പിന്നെ നാം എന്ത് ചെയ്യണം? വിശുദ്ധിയിലും വേർപാടിലും കർത്താവുള്ളവർ പ്രത്യാശയിലും ഓരോ ദിവസവും ജീവിച്ച്, കർത്താവേ നമുക്ക് പറയാമീൻ, കർത്താവായ യേശുവേ വരണമെന്ന് പറയാം. നമ്മൾ പറയാം, വേഗം വരണമെന്ന് പറയും. ഒന്നോർത്തോണം, അവൻ വരാൻ താമസിക്കുന്ന എന്താണെന്നറിയാമോ? നമുക്കൊന്നുകൂടെ ഒന്ന് ഉണരുന്ന്, നമ്മെ തന്നെ ഒന്ന് വിശുദ്ധി സൂക്ഷിച്ച് നമ്മുടെ കർത്താവിൻ്റെ സന്നിധി നാം എടുക്കപ്പെടണമെങ്കിൽ, ആമേൻ, ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും, ആമേൻ, ഓരോ ദിവസവും ഈ ലോകത്തോടും ലോക ഇമ്പങ്ങളോടും പാപത്തോടും പാപമോഹങ്ങളോടും വേർപെട്ട് വിശുദ്ധിയിൽ നമ്മെ തന്നെ നമ്മുടെ ജീവിതം കഴിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ലോകത്തിൽ നാം തള്ളപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. നാം എത്ര ഓടിയെന്ന് പറഞ്ഞാലും ഓട്ടം നാം ഫിനിഷ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് സമ്മാനം ലഭിക്കത്തില്ല ദൈവമക്കളെ. ആകയാൽ ഓട്ടം ഓടി തികയ്ക്കുവാൻ
ഓട്ടുമൂടി തേക്കുന്ന ദിവസം ആസന്നമായിരിക്കാൽ ഓട്ടുമൂടി തേക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ. അത് നമുക്ക് ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് ബലമില്ല, എനിക്ക് ശക്തിയില്ല, എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുവാനല്ല. കർത്താവേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ ശക്തീകരിക്കണമേ, എന്റെ കാലുകളെ മാൻപാടക്കാലുകൾക്ക് തുല്യമായി ഗിരികളിൽ നിർത്തുമാറാകണമേ. ഓട്ടത്തിൽ ഞാൻ വീണുപോകുവാനോ പിന്മാറിപ്പോകാൻ ഇടയാകരുത്, വീണുപോകാൻ ഇടയാകരുത്. ഓട്ടമോടി തികയ്ക്കുവാൻ പ്രാണപ്രിയന്റെ മുഖത്തേക്ക് നോക്കാം. എന്തുകൊണ്ട്? നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവൻ, നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച കർത്താവ്, നമുക്ക് വേണ്ടി നിന്ന സഹിച്ച കർത്താവ്, അതിലപ്പുറമായി നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിച്ച കർത്താവ്. ആ കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിന്റെ നേതാക്കന്മാരൊക്കെ കല്ലറകൾ അടക്കപ്പെട്ടപ്പോൾ അതേ മൂന്നാളാണ് ഉയർത്തെഴുന്നേറ്റ് ഞാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ലോകത്തിൽ കാണിച്ച നമ്മുടെ ആത്മപ്രിയ കർത്താവ് പറഞ്ഞു, പോയതുപോലെ ഞാൻ മടങ്ങി വരും. ആകയാൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് വേണ്ടി ഒരുങ്ങി വിശുദ്ധിയോടെ ദൈവമക്കളെ, വിശുദ്ധിയും വേർപാടും ഒക്കെ നമ്മുടെ ഇടയിൽ നന്യപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ പിതാക്കന്മാര്, നമ്മുടെ മാതാക്കന്മാര് തള്ളിക്കളഞ്ഞ അനേക കാര്യങ്ങൾ പുതുതലമുറ വന്നപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുക. ഇല്ല, പിതാക്കന്മാര് തള്ളിക്കളഞ്ഞതിനെ, പിതാക്കന്മാര് വെളുത്തതിനെ നാം എടുക്കുവാനല്ല, അവർ കാണിച്ചു തന്ന വിശ്വാസ പ്രമാണം, അവരുപദേശിക്കുന്ന ദൈവവചനം, ആമേൻ, നമുക്കതൊക്കെ ഭോഷത്വമായി തോന്നിയാലും അവരൊക്കെ വിശ്വാസത്തിന് വേണ്ടി എല്ലാം നഷ്ടപ്പെട്ടവരാ. എന്നാൽ അവർ വിശ്വാസത്തിൽ മരിച്ചവരാ. അവർ ദൈവസന്നിധിയിലവരായിരിക്കുന്നു. അവർ കാണിച്ച മാതൃകയും ദൈവത്തിന്റെ വചനത്താലും ദൈവം നമുക്ക് ഉപദേശിച്ച ദൈവീയ വാഗ്ദത്തങ്ങളാലും നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അത് ഞാനിത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്. സ്തോത്രം. എല്ലാ ഇടങ്ങളിലും പറഞ്ഞു ശിഷ്യന്മാരുടെ ഹൃദയം ഉറപ്പിക്കുവാനായിട്ട് അവിടെ നിങ്ങൾ ചഞ്ചലപ്പെട്ടു പോകരുത്. എനിക്കറിയാം നിങ്ങൾ ഇപ്പോൾ ഭാരപ്പെടുക, ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് എന്നേക്ക് വിരിക്കുവാനായിട്ട് ഞാൻ പകർന്നു തരികയാണ്. ആത്മാവിൽ ബലപ്പെട്ട് ആത്മാവിൽ ശക്തീകരിച്ച് കഷ്ടങ്ങളോ നഷ്ടങ്ങളോ വേദനകളോ വന്നാലും ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ ഒന്നിനും അകറ്റിക്കളയാൻ കഴിയത്തില്ല. പൗലോസ് പറഞ്ഞ പ്രകാരം ആ കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് ആശ്രയിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്നുകൂടെ ശോധന ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കർത്താവ് അങ്ങോട്ടുള്ള സ്നേഹവും ഭക്തിയും അങ്ങോട്ടുള്ള ഏകാഗ്രതയും നഷ്ടപ്പെട്ടു പോയോ എങ്കിൽ ദിവസങ്ങളിൽ നമുക്കൊന്ന് മടങ്ങി വരാം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ആസനപ്പെടുത്താം, നമ്മെ തമ്മിൽ ഒന്ന് നമുക്കത് ഒരുക്കാം, വിശുദ്ധിയിൽ നമ്മുടെ ജീവിതം ചെയ്യാം. ചില സ്ഥലങ്ങളിൽ ചെന്നാൽ സഹോദരന്മാർ ഒരുമിച്ചിരുന്നാലും തമ്മിൽ സംസാരിക്കത്തില്ല. കർത്തമേശയുണ്ടെങ്കിൽ അത് പങ്കുകൊള്ളും, തമ്മിൽ മിണ്ടത്തില്ല. സ്തോത്രം. ഇതിനെല്ലാം ന്യായീകരണങ്ങൾ പലതുമുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മുടെ ന്യായീകരണങ്ങളൊന്നും വില പോകുകയില്ല. ദൈവം തന്നിരിക്കുന്ന ദൈവിക വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് വിശുദ്ധിയിൽ നമ്മെ സൂക്ഷിക്കുന്നില്ല എങ്കിൽ നാം ഈ ഓടിയതും അധ്വാനിച്ചതും തള്ളിക്കളഞ്ഞൊക്കെ നഷ്ടമായി തീരും. ദൈവമക്കളെ, അത് നാം ഓർത്തോണം. നാം ഈ ഭൂമിയിൽ എന്തെങ്കിലും നേടുവാനല്ല. സ്തോത്രം. വല്ലവരേയും പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മരിച്ചവരെന്നുള്ളൊരു പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ ഓടുന്നു എന്ന് പറഞ്ഞ പ്രകാരം നമുക്ക് പിമ്പിലുള്ളതിനെ മറക്കാം, മുമ്പുള്ളതിനെ ആഞ്ഞുകൊണ്ട് പ്രതികൂലങ്ങള്, പ്രതിസന്ധികള്, പ്രയാസങ്ങള് മുഖത്തേക്ക് നോക്കി കർത്താവെ കൃപ തരണമേ എന്ന് യാചിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ സമാധാനം നമുക്ക് തന്നിരിക്കാൻ ദൈവിക സമാധാനത്തോടെ അന്ത്യം വരെയും ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ നിന്നൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ആകയാൽ നമ്മുടെ കർത്താവിൽ ശരണപ്പെടാം, കർത്താവിൽ ആശ്രയിക്കാം. നമ്മുടെ ഓട്ടമോടി തികയ്ക്കുവാനും വിശ്വാസം നിലനിൽക്കുവാനും പിന്മാറിപ്പോകാതെ ഒന്നും കർത്താവിൻ്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഉള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.